മൂവി കൊള്ളാം. കയറി കണ്ടു പറയാം എൻ്റെ ഫീല്. സസ്പെൻസ് പൊളിക്കില്ല അത്ര. സൂപ്പർ. ഈ വർഷത്തെ ഇതുവരെ കണ്ടതിലെ ഏറ്റവും മികച്ച സിനിമ അതായിരിക്കും. ആസിഫ് അലി തകർത്തു. ഭയങ്കര കേട്ടോ, ഒട്ടും മിസ്സാക്കരുത്. തുടക്കം ഒരു കുറച്ച് നേരം കുറച്ച് സ്ലോ ആയിട്ട് പോകും, പക്ഷെ പോകുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് എൻജോയ്. അങ്ങനെ ആസിഫ് അലി, ജഗദീഷ്, അപർണ ബാലമുരളി എന്നിവ പ്രധാന വേഷം വരുന്ന കിഷ്കിണ്ട കാണ്ഡ എന്ന റിലീസാണ്. സിനിമയോടൊന്ന് സിനിമ കണ്ട പ്രശ്നം ചോദിച്ചു നോക്കാം. സൂപ്പർ. ഈ വർഷത്തെ ഇതുവരെ കണ്ടതിലെ ഏറ്റവും മികച്ച സിനിമ അതായിരിക്കും. ആസിഫ് അലിയുടെ പെർഫോമൻസ് തന്നെ ടോപ്പായിരുന്നു. അല്ലല്ല, നല്ല എൻഗേജിങ് ത്രില്ലറാണ് കംപ്ലീറ്റ്. ലാസ്റ്റ് നമുക്ക് കണ്ടു കഴിയുമ്പോഴത്തേനും ഒരു ഇമോഷണൽ ട്രോമ വരും. അങ്ങനത്തെ ഒരു അടിപൊളി ത്രില്ലറാണ്. പടം ഒരു പ്രത്യേക തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് ഈ സിനിമ എടുത്തിട്ടുള്ളത്. ഈ ഡയറക്ടറുടെ രണ്ടാമത്തെ ഫിലിമാണ്. അക്ഷയ് സിനിമ രണ്ടാമത്തെ പടമാണ്. വളരെ നന്നായിട്ട് രസകരമായിട്ട് തോന്നി. കാരണം ഈ സിനിമ ഒരു യഥാർത്ഥ ജീവിതത്തിൻ്റെ ഒരു തലത്തിൽ വളരെ കൺവിൻസിങ് ആയിട്ടാണ് ഈ സിനിമ പോയിട്ടുള്ളത്. ഇതിൽ പറയുന്ന പോലെ ടൈൽ ഓഫ് ത്രീ വൈസ് മങ്കീസ് എന്ന് പറയുന്ന പോലെ ഇത് ശരിക്കും സ്റ്റോസിലർ വിജയരാഘവനാണ്. അദ്ദേഹമാണ് ഈ സിനിമ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഇത് വളരെ സ്ലോ പേസിൽ പോകുന്ന ഒരു ഫിലിമാണ്. ഫസ്റ്റ് ഹാഫ് അങ്ങനെയാണ്, വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത്. സെക്കൻഡ് ഹാഫിലാണ് ഒരുപാട് ട്വിസ്റ്റും അതും വളരെ കൺവിൻസിങ് ആയിട്ട് തന്നെ ഈ സിനിമ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഇതിൻ്റെ മേക്കേഴ്സിന് സാധിച്ചിട്ടുള്ളതാണ്. എടുത്ത് പറയേണ്ടത് ഇതിലെ BGM ആണ്. അതാണ് സിനിമയ്ക്ക് കുറച്ചും കൂടി ഒരു ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. പെർഫോമൻസ് ആണെങ്കിൽ എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. വളരെ കൺവിൻസിങ് ആയിട്ടും നല്ല രസമാണ്. പേര് വെച്ച് ഇതൊരു രാമായണ ബന്ധമുണ്ടോ എന്നൊരു ഡൗട്ടൊക്കെ ആൾക്കാർക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയൊന്നുമല്ല. ആക്ച്വലി എന്താണ്, ഒരു ഫോറസ്റ്റ് ഏരിയയിൽ താമസിക്കുന്ന ആളുകൾ അവിടെ ലൈഫിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അപ്പോൾ അതിനെ ആ ഒരു പേരിൽ അത് അഡ്രസ്സ് ചെയ്യുമ്പോൾ വളരെ റിയലിസ്റ്റിക് ആയിട്ട് തോന്നും. അപ്പം അതാണ് വല്ലാത്ത സൂപ്പർ മൂവിയാണ്, നല്ല മൂവിയാണ്. നല്ല അഭിനയം തന്നെയായിരുന്നു. പിന്നെ അൽഷിമേഴ്സിൻ്റെ തന്നെ പല ഘട്ടങ്ങളിലൂടെ ഒരാളുടെ യാത്രയെക്കുറിച്ചിട്ടുള്ളതാണ്. പക്ഷെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല പടം, മസ്റ്റ് വാച്ച്. നമ്മളെ ഓണത്തിന് ഒരു പക്ഷേ എല്ലാവർക്കും തിരുവോണം ഒരു സമ്മാനമായി കൊടുക്കാൻ പറ്റുന്ന ഒരു മസ്റ്റ് ഫാമിലി എൻ്റർടൈനറാണ്. കാരണം ഈ നമ്മളെ പടത്തിൻ്റെ തീം പോലെ തന്നെയാണ് ആ മിസ്റ്ററി ത്രില്ലർ. കാരണം ഫസ്റ്റ് ഹാഫ് ചെന്ന് അവസാനിക്കുന്ന നടത്ത് നിന്നാണ് പ്യുവർലി എൻ്റർടൈനറായിട്ട് സെക്കൻഡ് ഹാഫിൽ ആ മിസ്റ്ററി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നത്. കാരണം നല്ലൊരു മേക്കിംഗ് ആണ്, കിടിലമാണ്, നല്ലൊരു എക്സിക്യൂഷൻ, ഒരു അച്ഛനും മകനും തമ്മിലുള്ള രീതിയിലുള്ള ഒരു വല്ലാത്തൊരു ഫീല്. ഇമോഷണലി കണക്ട് നമ്മുടെയൊക്കെ കണ്ണ് നിറഞ്ഞു. തീർച്ചയായിട്ടും ഈ പടം കണ്ടുപോകുന്ന ആർക്കും ഒരു അച്ഛൻ മകനോടുള്ള സ്നേഹവും മകൻ അച്ഛനോടുള്ള സ്നേഹം എന്താണെന്ന് നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഓരോ അച്ഛനെ സ്നേഹിക്കുന്ന മകനും ഇഷ്ടപ്പെടും, ഓരോ മകനെ സ്നേഹിക്കുന്ന ഒരു അച്ഛനും ഇഷ്ടപ്പെടും. അച്ഛനും മകനും നമ്മളൊരു വല്ലാത്തൊരു കമ്മിറ്റ്മെൻറ്റാണ് ഈ പടത്തിൽ ഉടനീളം നമുക്ക് ഒരിക്കലുമില്ല. ഒരു മകൻ യൂത്തല്ലേ, അച്ഛനെ ഒരു ഒരു ഫീൽ അപ്പോൾ ആ രീതിയിൽ നമുക്ക് കാണുമല്ലോ മകനെ കൂടെ. അല്ല, മസ്റ്റ് യൂത്ത്. കാരണം എവറിബഡി വിൽ വാച്ച് ഡെഫിനറ്റ്ലി. കാരണം വല്ലാത്തൊരു എക്സിക്യൂഷനാണ്, വളരെ ബ്രില്യൻ്റ് ആയിട്ട് ഒരുപാട് ഇമോഷണലി ടച്ച് ചെയ്യുന്ന നല്ല സീൻ സെക്കൻഡ് ഹാഫിൽ നമുക്ക് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നല്ല കൊള്ളാം, നല്ല സിനിമ. അല്ല, എനിക്ക് ഇൻ്റർവെല്ലിൽ പഞ്ചും ക്ലൈമാക്സ് ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആസിഫ് അലി ക്ലൈമാക്സിൽ നല്ല അടിപൊളി പെർഫോമൻസ് ഒക്കെ അല്ല, സൂപ്പറാണ്. തുടക്കം ഒരു കുറച്ച് നേരം കുറച്ച് സ്ലോ ആയിട്ട് പോകും, പക്ഷെ പോകുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഒരു എക്സ്പെക്ടേഷനും ഇല്ലാതെ വന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. സിനിമയായിട്ട് ഈ ഓണത്തിന് ഈ സിനിമ കാണാതായാൽ ഭയങ്കര അതൊരു മിസ്സിങ് ആയി പോകും. ഭയങ്കര ആസിഫ് അലി സൂപ്പർ അഭിനയമായിരുന്നു. നല്ല സിനിമ. വിജയരാഘവൻ അതിനേക്കാട്ടിലും നല്ല സൂപ്പർ. പക്ഷേ ഇത് കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും വന്ന് ഈ സിനിമ കാണണമെന്നാണ്. നല്ല സിനിമ. വിജയരാഘവൻ നന്നായിരുന്നു, ആസിഫ് അലി നല്ലത്, ക്യാപ്റ്റൻ രവി നല്ലത്, എല്ലാം നല്ലത്. നല്ല സിനിമ. നല്ല പടം, ഗംഭീര പടം. ആസിഫ് അലി നല്ല പെർഫോമൻസ്. നല്ല മൂവിയായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. എടുത്തുപറയാൻ എല്ലാവരും പെർഫോമൻസ് തന്നെയാണ് സൂപ്പറായിട്ടുള്ളത്. ആണ്, നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്, കണ്ടിരിക്കാൻ പറ്റും. നല്ല പടമാണ്, കുഴപ്പമില്ല. ആസിഫ് അലി നല്ല അഭിനയമാണ്, നല്ലൊരു ട്വിസ്റ്റൊക്കെ ഉണ്ട്. തുടക്കം തൊട്ട് നല്ലൊരു മൂവ് ചെയ്യുന്നൊരു പടം കണ്ടിരിക്കാൻ പറ്റാതെ. സ്ലോ ആണ്, പക്ഷെ എന്നാലും ഇൻട്രിഗ്യൂ കുഴപ്പമില്ല, കാരണം നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. എടുത്തുവിട്ട അങ്ങനെയല്ല, ത്രില്ലർ മൂവിയാണ്, കണ്ടിരിക്കാൻ കൊള്ളാം. എന്താണ് പടത്തിൽ എന്താണ് വരുന്നത്? കോമഡി ആണോ അല്ലെങ്കിൽ ത്രില്ലിംഗ് ആണോ? ത്രില്ലിംഗ് ആണ്. ഗംഭീരമായിട്ട് ഒരു രക്ഷയില്ല. ആസിഫ് അലി തകർത്തു. ഭയങ്കര പടം കേട്ടോ, ഒട്ടും മിസ്സാക്കരുത്. സൂപ്പർ പടം. അല്ല, സ്ലോ പീസൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല, അത് വേറെ ലെവലാണ്. ഭയങ്കര പടം ഇരുന്ന് കണ്ടല്ലോ എന്നായിപ്പോയി ആ ലെവല്. നന്നായിട്ടുണ്ട്, നല്ല മൂവിയാണ്. ത്രില്ലറാണ്, മിസ്റ്ററി ഉണ്ട്, എല്ലാം ഉണ്ട്. വളരെ ആസിഫ് അലി നന്നായി ചെയ്തിട്ടുണ്ട്. ആസിഫ് അലി മാത്രമല്ല, എല്ലാവരും